Dear students, welcome back to our social science class. Today we going to discuss about water in the atmosphere. Water in the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ലെവൽ അല്ലെങ്കിൽ വാട്ടറിനെ കുറിച്ചിട്ട് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ പോർഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമിഡിറ്റി. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോണത് ഹ്യൂമിഡിറ്റിയെ കുറിച്ചിട്ടാണ്. ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് കണക്കാക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹ്യൂമിഡിറ്റി കൂടിയാൽ സംഭവിക്കുന്ന കണ്ടൻസേഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ കണ്ടൻസേഷൻ്റെ ഡിഫറൻസ് ഫോമുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ക്ലൗഡ്, ഡ്യൂ, മിസ്റ്റ്, ഫ്രോസ്റ്റ്, ഇതൊക്കെ കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്ലൗഡ്സിൽ വരുന്ന ഡിഫറൻസ് ടൈപ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഹ്യൂമിഡിറ്റി എന്താണെന്ന് നോക്കാം. വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന വാട്ടർ കണ്ടൻറ്റിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഹ്യൂമിഡിറ്റി എല്ലായിടത്തും ഒരുപോലെയല്ല. ഹ്യൂമിഡിറ്റി ഇപ്പോൾ നമ്മൾ മറ്റേ ടെമ്പറേച്ചറിനെ കൊണ്ടുമൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്ലേസിനും ടൈമിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ടാവുന്ന ഹ്യൂമിഡിറ്റി ആവില്ല ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ. അവിടെ ചില സമയങ്ങളിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതായത് പ്ലേസിനനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും. അതുകൂടാതെ ഇപ്പം നമ്മൾ ഇനി ടൈം വെച്ച് നോക്കുമ്പോൾ മഴക്കാലത്തുള്ള ഹ്യൂമിഡിറ്റി ആയിരിക്കില്ല വേനൽക്കാലത്ത്, സമ്മർ സീസണിലുള്ളതായിരിക്കില്ല ഒരിക്കലും വിൻ്റർ സീസണിൽ. ഓരോ സീസണിലായിട്ട് ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് അത് മാറ്റം വന്നിരിക്കും. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ടെമ്പറേച്ചർ ഒന്ന്, പിന്നെ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടാനും ചാൻസ് ഉണ്ട്. പിന്നെ വിൻഡ് സ്പീഡ്, കാറ്റിൻ്റെ സ്പീഡ്. നമ്മളിപ്പോൾ ഈ വേപ്പർ ചെയ്ത വാട്ടറിനെ മുകളിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നതൊക്കെ വിൻഡാണല്ലോ. അതുപോലെ വിൻഡിൻ്റെ ഡയറക്ഷന്, ക്ലൗഡ് കവറിങ്, എമൗണ്ട് ഓഫ് ഈ ഓപ്പൺ വാട്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ തുറന്ന് കിടക്കുന്ന ജലാശയങ്ങൾ മീൻസ് റിവർ, പോണ്ട്, ലൈക്ക്, ഇതുപോലത്തെ സാധനങ്ങൾ. ഇപ്പോൾ റിവർ, പുഴ, പോണ്ട്, കുളം, ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങളെയാണ് നമ്മൾ ഓപ്പൺ വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രസൻസ് അനുസരിച്ചിട്ടൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഹ്യൂമിഡിറ്റിയെ കുറിച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ആബ്സൊല്യൂട്ട് ഹ്യൂമിഡിറ്റി. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അബ്സൊല്യൂട്ട് ഹ്യൂമിഡിറ്റി. അബ്സൊല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള യഥാർത്ഥ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ കൃത്യമായ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് പെർ ക്യൂബിക് മീറ്റർ വോളിയം. അതായത് ഒരു ക്യൂബിക് മീറ്റർ വോളിയത്തിൽ എത്ര വാട്ടർ അടങ്ങിയിരിക്കണം. അതായത് അന്തരീക്ഷത്തിലെ എയറിലെ എയറിൻ്റെ ഒരു അളവാണ്. ഇപ്പോൾ നമ്മൾ പറയില്ല ഒരു സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയില്ല. ഇപ്പോൾ നമ്മൾ ഭൂമിയുടെ അളവ് പറയുകയാണെങ്കിൽ പറയും ഒരു സ്ക്വയർ ഫീറ്റ് എന്ന്, ഒരു ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് മീറ്റർ എന്നൊക്കെ പറയും, ഒരു ചതുരശ്ര മീറ്റർ എന്നൊക്കെ നമ്മൾ. അതുപോലെ നമ്മൾ
അന്തരീക്ഷത്തിനെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ സൂചിപ്പിക്കുന്നതാണ് പെർ ക്യൂബിക് മീറ്റർ. പെർ ക്യൂബിക് മീറ്റർ വോളിയത്തിൽ എത്ര വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കണ്ടെത്തുക. പിന്നെ നമ്മളിപ്പോൾ വാട്ടർ ലെവലിനെ കുറിച്ച് പറഞ്ഞു. അറ്റ്മോസ്ഫിയറിൽ ഉൾക്കൊള്ളാൻ പറ്റിയ വാട്ടർ ലെവലിനൊരു പരിമിതിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റിലപ്പുറം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നല്ല, അപ്പോൾ അതിന് വേറെ ഫോംസുകളാണ് സംഭവിക്കുക. അപ്പോൾ ദർ ഈസ് എ ലിമിറ്റ് ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ഹോൾഡ് അറ്റ് സെർട്ടൈൻ ടെമ്പറേച്ചർ. കൃത്യമായ ടെമ്പറേച്ചറിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വാട്ടർ വേപ്പർ ലെവൽ ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഒരു കൂടുതൽ ഇപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവിലുള്ള അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ ഫുള്ളി ഇങ്ങനെ വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ ഫുള്ള് നിറഞ്ഞ് നിൽക്കുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സാച്ചുറേഷൻ ലെവൽ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. സാച്ചുറേഷൻ ലെവലിൽ കണ്ടൻസേഷൻ തുടങ്ങുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പരിധിക്കുള്ളിൽ ഇത്രക്ക് വാട്ടർ കൊള്ളും, അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് കൂടി കഴിയുന്ന ആ ഒരു പോയിൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കൂടുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡ്യൂ പോയിൻറ്റ്. അപ്പോൾ ഡ്യൂ പോയിൻറ്റ് എന്താ? ഡ്യൂ പോയിൻറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ the critical temperature at which condensation begin is called dew point. ഇങ്ങനെയുള്ള ടെമ്പറേച്ചറിൽ കണ്ടൻസേഷൻ സംഭവിക്കാൻ തുടങ്ങുന്ന ആ ഒരു പോയിൻറ്റിനെ വിളിക്കുന്നതാണ് ഡ്യൂ പോയിൻറ്റ്. ഹ്യൂമിഡിറ്റിയിൽ നമ്മൾ ഇപ്പോൾ ഒരു വേർഡ് നമ്മൾ പഠിച്ചു, ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ്? നമ്മുടെ എയറിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള യഥാർത്ഥ ആക്ച്വൽ വാട്ടർ കണ്ടൻറ്റ് ലെവലാണ്. യഥാർത്ഥത്തിലുള്ള വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി വിളിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്ന ടേമാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ദ റേഷ്യോ ബിറ്റ്വീൻ the amount of water vapor present in the atmosphere and the total water holding capacity of the atmosphere at given temperature is called relative humidity. It usually expressed in percentage. ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ അതായത് അന്തരീക്ഷത്തിൽ അപ്പോഴുള്ള യഥാർത്ഥത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രസൻറ്റ് ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് എത്ര ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉള്ളതൊരു 25 വാട്ടർ വേപ്പർ 25 യൂണിറ്റാണ് അന്തരീക്ഷത്തിലുള്ളത്. അന്തരീക്ഷത്തിലൊരു 100 ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആ അന്തരീക്ഷത്തിലുള്ള യഥാർത്ഥത്തിലുള്ള വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ ഹോൾഡിങ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയറിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻറ്റു 100. നമ്മൾ പറഞ്ഞു ഇത് പ്രസൻറ്റ് ചെയ്യൽ പെർസെൻറ്റേജിലാണ്. ഇതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ മനസ്സിലാക്കാം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ഈക്വൽ ടു the amount of water vapor present in the atmosphere divided by water holding capacity of the atmosphere into 100. ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. എന്താണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് ആകെ ഹ്യൂമിഡിറ്റിയിൽ മനസ്സിലാക്കാനുള്ളത് എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻ്റ് ആണ്. അറ്റ്മോസ്ഫിയറിലുള്ള ആക്ച്വൽ എമൗണ്ട്, വാട്ടർ പ്രസൻറ്റിൻ്റെ ആക്ച്വൽ എമൗണ്ടാണ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. പിന്നെ നമുക്കതിൽ മനസ്സിലാക്കാനുള്ളതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പറഞ്ഞാൽ ഈ ആക്ച്വൽ എമൗണ്ടും പിന്നെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതും 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുന്നതിന്, അതായത് പെർസെൻറ്റേജ് കണക്കാക്കുന്നതിനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്.
നമ്മൾ പറഞ്ഞു പിന്നെ വാട്ടർ ലെവൽ കൂടിയിട്ട് അതായത് വാട്ടർ വേപ്പർ ഉയർന്നു പോകുന്ന സമയത്ത് നമ്മൾ അറ്റ്മോസ്ഫിയർക്ക് ഉയരുന്ന സമയത്ത് ഈ വാട്ടർ വേപ്പർ കൂടിയിട്ട് ഒരു സാച്ചുറേറ്റഡ് ലെവലിലെത്തും. ഈ സാച്ചുറേറ്റഡ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. വാട്ട് ഈസ് കണ്ടൻസേഷൻ? എന്താണ് കണ്ടൻസേഷന്? കണ്ടൻസേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇതിൻ്റെ വാട്ടർ വേപ്പർ ലെവൽ കൂടിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഫോമുക്ക് അത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ എയറാണല്ലോ, ഈ എയറിൽ നീരാവി വാട്ടർ വേപ്പർ ചെന്നിട്ട് അവിടെ വേറൊരു ഫോമുക്ക് അത് കടക്കും. അത് ജലത്തുള്ളികളായിട്ട് തന്നെ മാറും. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ശരിക്കും വെള്ളം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ അതല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നൊരു വെള്ളത്തിൻ്റെ കണക്കായി മാറും. അതൊരു പക്ഷേ സാധാ ഡ്രോപ്പായിരിക്കാം, നോർമൽ ഡ്രോപ്പായിരിക്കാം, അല്ലെങ്കിൽ ക്ലൗഡ് മേഘങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ഫോഗ്, ഈ പുക പൊടി പടലങ്ങളെ പോലെയൊക്കെ നമുക്ക് തോന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ജലത്തിൻ്റെ രൂപങ്ങൾ, വാട്ടറിൻ്റെ ഫോമിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാച്ചുറേഷൻ ലെവലിൽ അറ്റ്മോസ്ഫിയർ ഷുഡ് റീച്ച് ദ സാച്ചുറേഷൻ ലെവൽ ഫോർ കണ്ടൻസേഷൻ ടു ബിഗിൻ. അത് ഈ സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിഞ്ഞാലാണ് പിന്നെ കണ്ടൻസേഷന് തുടങ്ങുക. നമ്മൾ പറഞ്ഞു ഈ കണ്ടൻസേഷൻ തുടങ്ങുന്ന പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിൻ്റ് എന്ന്. അങ്ങനെ ഡ്യൂ പോയിൻ്റ് കടന്നിട്ട് നമുക്ക് കാണുന്ന ഒരു രൂപത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ മേഘമാവാം, വാട്ടർ ഡ്രോപ്സ് ആവാം. അങ്ങനെ നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ കാണുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തുന്ന വ്യത്യസ്ത ഫോമുകളുണ്ട്. ഇത് നമുക്കിങ്ങനെ കാണാനും ഇതിന് കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇത് ഫാൾ ചെയ്യാൻ തുടങ്ങും ഭൂമിക്ക്. അപ്പോൾ ഈ ഫോമുകൾ എന്തൊക്കെയാണ്? കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോമുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഡ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഡ്യൂ എന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗിലൊക്കെ നീക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോകും, നമ്മൾ ഇങ്ങനെ ഒരു പച്ച പുല്ലൊക്കെ വെച്ച് വളർത്തുമല്ലോ, ഒരു ഗ്രാസ് വീടിൻ്റെ മുറ്റത്തൊക്കെ. അതിലൂടെയൊക്കെ നടന്നു നോക്കും. അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ നമ്മുടെ പറമ്പിലൊക്കെ മുളച്ചു പൊന്തിയ പുല്ലുകളൊക്കെ തട്ടി രാവിലെ നീച്ചാൽ മഴ ഇല്ലാതെ തന്നെ, ഇപ്പോൾ തലേന്ന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരിക്കില്ല, എന്നാലും നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിലൊക്കെ നനവ് വരും. അതിൻ്റെയൊക്കെ ആ ലീഫിൻ്റെ ഒക്കെ അറ്റത്തായിട്ട് ഇങ്ങനെ ജലത്തുള്ളികൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കിയാൽ അതാണ് നമ്മളെ കാലിലൊക്കെ തട്ടുന്നത്. നമ്മൾ പാടത്തു കൂടെ പോകുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഡ്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ദ സർഫേസ് ഓഫ് ദ എർത്ത് ഗെറ്റ്സ് കൂൾഡ് ഡ്യൂറിങ് ദ നൈറ്റിൽ എർത്ത് സർഫേസ് വളരെ കൂളായിരിക്കും. ഇറ്റ് കൂൾസ് നിയർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ കൂളായി നിൽക്കുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ എർത്ത്. ദിസ് കോസസ് ദ വാട്ടർ വേപ്പർ ടു കണ്ടൻസ് ആൻഡ് അതായത് നമ്മൾ പറഞ്ഞു പിന്നെ നൈറ്റ് ടൈമിൽ ഉള്ള എർത്ത് നമ്മളെ അറ്റ്മോസ്ഫിയർ ഒരു കൂളിംഗ് ലെവലിലെത്തും. ഒരു നല്ല തണുത്ത നേരത്ത് അവിടെയുള്ള വാട്ടർ വേപ്പറുകളൊക്കെ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റൊക്കെ കൂടി ചേർന്നിട്ട് ഏതെങ്കിലും ഒരു തണുത്ത പ്രതലത്തിൽ ഒന്നിച്ചിരിക്കും. അതായത് ഇപ്പോൾ ലീഫൊക്കെ വല്ലാണ്ട് ഹീറ്റല്ലല്ലോ, ലീഫൊക്കെ ഒരു കൂളിംഗ് ഫേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ഡ്രോപ്ലെറ്റ് ഫോമിൽ, അതായത് ഈ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തുള്ളിയുടെ ഫോമിൽ ആ വാട്ടർ കണ്ടൻറ്റ് കൂടി നിൽക്കും. അതാണ് നമ്മൾ ഡ്യൂ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഡ്യൂ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ അടുത്തൊരു ഫോമാണ് ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ റെയിനിൻ്റെ ഒരു ഫോമാണ്. അതായത് ഒരു ഡ്രോപ്പാണ്, വെള്ളത്തുള്ളിയാണ്. ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ മഞ്ഞിൻ്റെ ഫോം, ഒരു മഞ്ഞ് കണങ്ങൾ എന്നൊക്കെ പറയും. ഹിമം, മലയാളത്തിൽ ഹിമം എന്നാണ് പറയുക. മഞ്ഞ് കണങ്ങൾ. ഈ മഞ്ഞ് കണങ്ങൾ നമുക്ക് ശരിക്കും ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ നീച്ചാൽ
ഇപ്പം ഇതേമാതിരി തന്നെ ഇലകളിലൊക്കെ പറ്റി പിടിക്കുക. ഒരു ക്രിസ്റ്റൽ, നമ്മൾ ഐസ് കട്ട പോലെ ക്രിസ്റ്റലായിട്ടാണ് കാണപ്പെടുക. വെള്ളത്തുള്ളി ആയിരിക്കില്ല, ക്രിസ്റ്റലായിരിക്കുന്ന വ്യത്യാസമുള്ളൂ. ഡ്യൂവിൻ്റെ വേറൊരു സ്നോ ഫോമാണ്, ഡ്യൂവിൻ്റെ ഒരു സ്നോ ഫോമാണ് ഫ്രോസ്റ്റ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ചില പ്ലേസസ് ഓൺ ദ എർത്ത് വേർ ദ നൈറ്റ് ടെമ്പറേച്ചർ ഫാൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. അതായത് 0 ഡിഗ്രിയിലും താഴെ സെൽഷ്യസ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡ്യൂവിന് പകരം ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആർ ദ ഫോംഡ് ഇൻ സച്ച് പ്ലേസസ്. അതായത് വളരെ ചെറിയ ഐസ് ക്രിസ്റ്റൽസ് ചില സ്ഥലങ്ങളിൽ ഫോം ചെയ്യും. ദിസ് ഫോം ഓഫ് കണ്ടൻസേഷൻ ഈസ് കാൾഡ് ഫ്രോസ്റ്റ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന കണ്ടൻസേഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഫ്രോസ്റ്റ്, ഹിമകണങ്ങൾ എന്നൊക്കെ പറയും. അടുത്തൊരു കണ്ടൻസേഷൻ്റെ ഫോമാണ്, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് രൂപമാണ് ഫോഗ് ഓർ മിസ്റ്റ്. അപ്പോൾ ഈ ഫോഗ് ഓർ മിസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത്, ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഉപ്പാരെ വിളിക്കാൻ എയർപോർട്ടൊക്കെ പോകുമെന്ന് വിചാരിക്കുക. അപ്പോഴൊക്കെ നമ്മൾ കണ്ടു, നല്ല മോർണിംഗ് ടൈം ആണെങ്കിൽ ദൂരത്തൊക്കെ ഒന്നും കാണില്ല, വെറും ഒരു പുക മാത്രം. നമ്മൾ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഗ്ലാസ് കൂടി നോക്കണേ നമുക്ക് മനസ്സിലാവും, ഏറ്റവും ദൂരെ വെറും പുക മാത്രം കാണുന്നത്. ഇങ്ങനെ ഒരു നമുക്കൊന്നും ചുറ്റുള്ളതൊന്നും കാണാതെ ഒരു പുകപടലം വന്നിട്ട് നമ്മളെ മറക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫോഗ് എന്ന്, ഫോഗ് ഓർ മിസ്റ്റ് എന്ന്. അപ്പോൾ ഈ ഫോഗും മിസ്റ്റും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 1 കിലോമീറ്റർ. നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയുടെ അടുത്തുള്ള മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പുറത്തേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈസ് ടേംഡ് ഫോഗ്, അതിനെ ഫോഗ് എന്ന് വിളിക്കും. അതായത് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള കാഴ്ച പോലും നമുക്ക് കാണാൻ കഴിയില്ല. അത്രയ്ക്ക് കട്ടി കൂടിയതാണെങ്കിലും നല്ല കട്ടിയുള്ള മൂടലാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നത് ഫോഗ് എന്നാണ്. ഇഫ് റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് മോർ ദാൻ 1 കിലോമീറ്റർ, അതായത് നേരിയൊരു ഫോഗേ ഉള്ളൂ, നമുക്ക് എന്നാലും നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ റോഡിൻ്റെ ഇരുവശത്തു കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മിസ്റ്റ്. മിസ്റ്റ് അപ്പോൾ ഫോഗിനേക്കാളും കട്ടി കുറഞ്ഞതായിരിക്കും. ഇങ്ങനെ ഈ ഫോഗും മിസ്റ്റൊക്കെ കാരണം നോർത്ത് ഇന്ത്യയിലുള്ള ഈ എയർപോർട്ട്സൊക്കെ ടെമ്പററി ആയിട്ട് അടച്ചിടാറ്. അവിടെയൊക്കെയാണല്ലോ കൂടുതലായിട്ട് കാണും. നമ്മളിപ്പോൾ ഈ ഡൽഹി അങ്ങനത്തെ ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഫോഗും മിസ്റ്റും നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ കേരളത്തിൽ താരതമ്യേന നമുക്ക് കുറവായിരിക്കും, എന്നാലും ചില സമയങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വളരെ അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർപോർട്ട്സൊക്കെ ടെമ്പററി ചില താൽക്കാലികമായിട്ട് അടച്ചിടാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റും ഫോഗും മിസ്റ്റും ഒക്കെ മനസ്സിലാക്കി. ഇനി വരുന്ന ഒരു ഫോമാണ് ക്ലൗഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ക്ലൗഡ്സ് എന്താണെന്ന് പറഞ്ഞു തരണ്ടല്ലോ, മേഘങ്ങൾ. ഈ മേഘങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളും വാട്ടർ വേപ്പറും കൂടിച്ചേർന്ന ഒരു ഹ്യൂജ് ഫോം, ഇങ്ങനെ കണ്ടൻസ് ആയിട്ട് ഇങ്ങനെ ഈ ജലത്തിൻ്റെ എല്ലാ കണ്ടൻറ്റുകളും അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിൻ്റെ എല്ലാ അവസ്ഥകളും കൂടിച്ചേർന്നിട്ട് വലിയൊരു കണ്ടൻസ് ചെയ്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു വലിയ രൂപത്തിനെ നമ്മൾ ഫോമിനെ വിളിക്കുന്നതാണ് ക്ലൗഡ്സ്. അപ്പോൾ ക്ലൗഡ്സ് ചിലപ്പോൾ നമ്മൾ ക്ലൗഡ്സ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ചില നേരങ്ങളിൽ നല്ല തെളിഞ്ഞ നേരത്തൊക്കെ നോക്കുമ്പോൾ നല്ല പഞ്ഞിക്കെട്ട് പോലെ, നമുക്ക് തന്നെ ചിലപ്പോൾ ചിത്രം വരച്ച് വെച്ച പോലെയൊക്കെ തോന്നും. നല്ല ബ്ലൂ സ്കൈയിൽ നല്ല വൈറ്റ് കോട്ടൺ പോലെ പഞ്ഞി പോലെയൊക്കെ ഇങ്ങനെ വലിയ ബണ്ടിൽ ഓഫ് കോട്ടൺ, ഒരുപാട് പഞ്ഞികൾ നിറച്ച് വെച്ച പോലെയൊക്കെ നമുക്ക് എയറിലേക്ക് നോക്കുമ്പോൾ ഫീൽ ചെയ്യും. ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന ക്ലൗഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
അല്ല, ഇങ്ങനെ ചില നേരത്തെ ക്ലൗഡ്സിൽ കാണും. പ്രത്യേക ഒരു മഴ വരുന്ന അല്ലെങ്കിൽ ഒരു റെയിനി സീസൺ ആണെങ്കിൽ ചിലപ്പോൾ ക്ലൗഡ്സ് കാണാൻ ആകെ ഒരു ഇരുണ്ട കളറായിട്ട്, പിന്നെ ആകെ ഒരു ഇരുണ്ടതായിട്ട് നമുക്കിനെ കാണും. നമ്മൾ അതിനെ ചിലപ്പോൾ നമ്മൾ മഴമേഘങ്ങൾ എന്നൊക്കെ വിളിക്കും, മഴ വരാൻ നേരത്ത്. ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈന് പോലെ തോന്നുള്ളൂ, മേഘങ്ങളിങ്ങനെ ഒന്നിച്ച് കാണില്ല. മേഘങ്ങളിങ്ങനെ സഞ്ചരിക്കണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ചില മേഘങ്ങൾ ലൈൻ. അപ്പോൾ ഈ മേഘങ്ങളുടെ രൂപവും പിന്നെ അവയുടെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് നമ്മളതിനെ നമ്മളതിനെ ഡിഫറെൻറ്റ് ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ക്ലൗഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണ്? വാട്ടർ കണ്ടൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയറാണ്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റിയിൽ നമ്മൾ 2 വേർഡുകൾ ഫെമിലറൈസ് ചെയ്തു. ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, 2 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതൊക്കെ എങ്ങനെ കാണാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസാണ്. ഡ്യൂ, മിസ്റ്റ് ഓർ ഡ്രോപ്പ്. പിന്നെ നമ്മൾ പഠിച്ചത് ഫ്രോസ്റ്റ്, ക്ലൗഡ്സ്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ബൈ.